ഓം നമ ശിവായ. സാറേ, റീഇൻകാർണേഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിന അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിളിനെ കുറിച്ച് എന്താണ് സാറിന്റെ ഒരു ഒപ്പീനിയൻ, പേഴ്സണൽ ഒപ്പീനിയൻ? പലർക്കും പണ്ട് ജീവിച്ചിരുന്ന ആളുകളുടെ മെമ്മറി ചിലപ്പോൾ ഇപ്പോൾ കിട്ടിയെന്ന് വരും. അപ്പോൾ അവർ സ്വയം വിചാരിക്കും ഞാൻ കഴിഞ്ഞ ജന്മത്തിലെ ആളായിരുന്നു. അത് ഒരു ഇൻ്റർപ്രിട്ടേഷൻ മാത്രമാണ്, അങ്ങനെയാണോന്നില്ല. ആ ഒരു മെമ്മറി എങ്ങനെയാണ് അത് നമ്മളുമായാലും തമ്മിൽ എന്തെങ്കിലും മാനസികമായിട്ട് പൊരുത്തം അല്ലെങ്കിൽ സമാനത ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കും. അപ്പം ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് ആൾക്കാർ ഈ പാരനോർമൽ സൊസൈറ്റി എന്ന് പറഞ്ഞ് കുറെ, നോർത്ത് ഇന്ത്യ മാത്രമല്ല ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട്, ബട്ട് കുറവാണ് അവിടെ. അല്ല, അത് നിങ്ങൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. എന്നെ പലരും ഇങ്ങനെ നിങ്ങളൊരു സ്പിരിറ്റ് കമ്മ്യൂണിക്കേഷൻ ഗ്രൂപ്പാണ്, സാറൊന്ന് വരണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. അപ്പൊ അവർ യൂസ് ചെയ്യുന്ന കുറെ എക്യുപ്മെന്റ്സ് ഉണ്ട്. K2 EMF മീറ്റർ, ഗോസ്റ്റ് സ്പിരിറ്റ് ബോക്സ്. K2 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് മെഷർ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. K2 EMF മീറ്റർ. EMF മീറ്റർ കേട്ടിട്ടുണ്ട്. അപ്പം സാർ അതുപോലത്തെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ യൂസ് ചെയ്യുന്നില്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ഇതൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഞാൻ അവർ ഇങ്ങനെ പറയും, ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകണം, അങ്ങനെ കൊണ്ടുപോകാറുണ്ട്. ഇവരിതൊക്കെ കൊണ്ടുവരാറുണ്ട്. സാറ് ഏതെങ്കിലും ഒരു സാറിന് വന്നിട്ടുള്ള ആദ്യത്തെ കേസ് ഏതാണെന്ന് പറയാമോ? ആദ്യമായിട്ട് വന്നിട്ടുള്ള കേസ് എനിക്ക് ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല. കാരണം ഞാൻ തീരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അല്ല സാർ, സാറ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള മെയിൻ ആയിട്ട് എടുത്തിട്ടുള്ള കേസ്. പിന്നെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മുമ്പ് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാനിപ്പോൾ ഈ ഫോർമലായിട്ട് സൈക്കോളജി പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുമായിരുന്നു. അപ്പം ഈ റീസെന്റ് ആയിട്ട് വന്ന ഏതെങ്കിലും ഒരു കേസിനെ കുറിച്ച് പറയാമോ? റീസെന്റ് ആയിട്ട് ഇപ്പൊ തന്നെ പെൻഡിങ് ആയിട്ട് കുറെ കേസുകളുണ്ട്. ടൈം സ്ലിപ്പ് ആണോ അതോ അവിടെ പോയി ഇപ്പൊ അവിടെ പോയിട്ട് ടൈം സ്ലിപ്പാണോ വേറെ എന്തെങ്കിലും ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഈ മൂവീസിലൊക്കെ കാണിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പൊ സ്പിരിറ്റ് അല്ലെങ്കിൽ ആത്മാവ് അവിടെ ഉണ്ടെങ്കിൽ അവിടെ ടെമ്പറേച്ചർ കുറയും, കോൾഡ് സ്പോട്ട് ആവും, ഇങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിലൊക്കെ എന്തെങ്കിലും ഫാക്ട്സ് ഉണ്ടോ? അത് സാധാരണ ആളുകളുടെ അനുഭവമാണ്. അതായത് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാകുമ്പോൾ തണുപ്പ് അനുഭവപ്പെടും. അത് ഈ നേരത്തെ പറഞ്ഞ ഈ എക്യുപ്മെൻസിൻ്റെ കൂടെ ടെമ്പറേച്ചർ ഗേജും ഉണ്ട്. അപ്പോൾ ഈ ആക്ച്വലായിട്ട് ടെമ്പറേച്ചർ ഫോളോ ചെയ്യുമെന്നും പറയുന്നവരുണ്ട്. ഇതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. ഒരു എക്സ്പ്ലനേഷൻ പറയുന്നത് ഈ ഇങ്ങനെയുള്ള ഫിനോമിന മാനിഫെസ്റ്റ് ചെയ്യാൻ എനർജി വേണം. അപ്പോൾ നമ്മളുടെ എനർജിയാണ് നമ്മളറിയാതെ അതിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭയം കൊണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷ കൊണ്ടാകാം. അപ്പോൾ നമ്മളുടെ എനർജി വെളിയിലോട്ട് പോകുന്നതുകൊണ്ടാണ് ഈ തണുപ്പ് അനുഭവപ്പെടുന്നത്. വേറെ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. ഈ ഓജ ബോർഡ് എന്ന് പറയുന്ന ഒരു എന്താണ് പറയുന്ന മെഷീൻ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, ഒരു എക്യുപ്മെന്റ്. അപ്പം അതൊരു സ്യൂഡോ സൈക്കോളജി ആണെന്ന് കേട്ടിട്ടുണ്ട്. സ്യൂഡോ സൈക്കോളജി, സ്യൂഡോ സയൻസ്. അപ്പം ഇഡിയോ മോട്ടോർ എഫക്ട് അത് കാരണം തന്നെയാണോ ഈ ഫിനോമിന നടക്കുന്നത്? ഐഡിയോ മോട്ടോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ഒരു ആശയം നമ്മളറിയാതെ ഒരു മോട്ടോർ മൂവ്മെൻറ്റിലേക്ക് നയിക്കുന്നു എന്നർത്ഥമുണ്ട്. അതായത് ഈ ഊർജ എന്ന് പറഞ്ഞാൽ യെസ് നോ എന്നാണ് എൻ്റെ അർത്ഥം. യെസ് നോ ബോർഡ്. അത് ഫ്രാൻസിലാണ് അതിൻ്റെ ഉത്ഭവം എന്നാണ് പറയുന്നത്. അത് ഈ മരിച്ചുപോയ സ്പിരിറ്റുകളുമായിട്ട് സംസാരിക്കാൻ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്.
ആദ്യം യെസ് എന്ന് തോന്നുന്ന 2 വാക്ക് എഴുതിയിട്ടാണ് കുറച്ച് പേര് ഒരു കോയിനിൽ വിരൽ വെച്ച് ചോദ്യം ചോദിക്കുമ്പോൾ കോയിൻ തന്നെ മൂവ് ചെയ്ത് യെസ് എന്നോ നോ എന്നോ കാണിക്കും. അങ്ങനെയാണ് ഈ ഊജ ബോർഡിൻ്റെ തുടക്കം. ഉയി എന്ന് പറഞ്ഞാൽ യെസ്, ഷാ അല്ലെങ്കിൽ ഷാമെ എന്ന് പറഞ്ഞാൽ നോ അല്ലെങ്കിൽ നെവർ. അപ്പോൾ ഇത് സംഭവിക്കുന്നത് നമ്മളുടെ കൈ നമ്മൾ മനഃപൂർവ്വം തള്ളാതെ മൂവ് ചെയ്ത് ഒരു ആൻസർ കാണിക്കുന്നു എന്നുള്ളതാണ്. അത് ഐഡിയ മോട്ടോർ തന്നെയാണ്. കാരണം നമ്മുടെ മനസ്സിലുള്ള ഒരാശയം നമ്മൾ മനഃപൂർവ്വം വിചാരിക്കാതെ ഒരു ചലനമായിട്ട് മാറും. പക്ഷേ ഇത് പാരാനോർമൽ ആകുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു വിവരം ഇതുവഴി കറക്റ്റായിട്ട് കിട്ടുമ്പോഴാണ്. അങ്ങനെയുള്ള കേസുകൾ സാറിൻ്റെ അത് ഉണ്ട്. ഞാനിത് ചെയ്യാറില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഭയങ്കര പ്രശ്നമായിട്ട് വരുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് സൈക്കിക്കായിട്ടുള്ളവരാണ് സാറിന് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ വിരൽ വയ്ക്കുന്ന ആൾക്ക് ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്ത വിവരങ്ങൾ അതുവഴി കിട്ടിയെന്ന് വരാം. ഉദാഹരണമായിട്ട് ഒരു പേര് ഈ വരുന്ന ആള് പറയുന്നു, അയാളുടെ ഒരു ബന്ധു സൂയിസൈഡ് ചെയ്തു. സൂയിസൈഡ് ചെയ്യാൻ എന്താണ് കാരണമെന്ന് അറിയണം. അപ്പോൾ പിന്നെ എൻ്റെ ഫ്രണ്ട് സൈക്കിക്ക് വിരൽ വയ്ക്കുന്ന ആര് കാരണമാണ് ഇയാൾ സൂയിസൈഡ് ചെയ്തതെന്ന്. അപ്പോൾ രേവതി എന്നൊരു പേര് വരുന്നു. അപ്പോൾ ഈ വന്ന ആൾ പറയുന്നു ഇവനൊരു പ്രേമം ഉണ്ടായിരുന്നു, ആ പെണ്ണിൻ്റെ പേരാണ് രേവതി. ആ പെണ്ണ് ഇവനെ കൈവിട്ടു, ഞാൻ തന്നെ കല്യാണം കഴിക്കത്തില്ല, എനിക്ക് വേറെ കല്യാണം വരുന്നു, തന്നെക്കാളും പണമുള്ള ഒരു പയ്യനാണ്, നല്ല ജോലിയൊക്കെ ഉണ്ട്, അപ്പോൾ താൻ എന്നെ മറന്നായിരുന്നു. അങ്ങനെ അതുകൊണ്ടായിരിക്കണം ഇവൻ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഈ രേവതി എന്നുള്ള പേര് വിരൽ വെക്കുന്ന സൈക്കിക്കിന് അറിഞ്ഞുകൂടാ, പക്ഷെ ആ പേര് കറക്റ്റായിട്ട് വന്നു. അപ്പോഴാണ് ഇത് ഒരു പാരാനോർമലായിട്ട് മാറുന്നത്. അതുകൊണ്ട് രേവതിയുടെ സ്പിരിറ്റ് ഈ ബോഡി വന്നു എന്ന് അതിനർത്ഥമില്ല, ഈ ചത്ത പയ്യൻ്റെ സ്പിരിറ്റ് വന്നു എന്ന് അതിനർത്ഥമില്ല. അത് ESP വഴി ഈ സൈക്കിക്കിൻ്റെ മനസ്സിലെത്തിയതായിരിക്കാം. പിന്നെ അത് ഐഡിയോ മോട്ടോർ വഴി ഈ ഒരു ആക്ഷനിലേക്ക് വരികയും അങ്ങനെ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുകയും ചെയ്തതായിരിക്കും. ഇത് സെയിം ഫോർമാറ്റിൽ പൊസഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ലൈക്ക് ഇന്ന് ഒരു ഇൻഫോയും അറിയാത്ത ഒരാൾ ഒരു ഇൻഡിവിജ്വലായിട്ട് മാറുക, അവരെ പോലെ പെരുമാറുക, അറിഞ്ഞൂടാത്ത ലാംഗ്വേജ് സംസാരിക്കുക, ഇതൊക്കെ നമ്മൾ സയന്റിഫിക് ആയിട്ട് എങ്ങനെ നമുക്ക് പറയാം? വീണ്ടും സയന്റിഫിക്. ഇപ്പോൾ ഈ പൊസഷൻ എന്ന് പറയുന്നത് പല രീതിയിൽ ഉണ്ടായിരിക്കും. സാറിന് ഏതെങ്കിലും പൊസഷൻ എന്തെങ്കിലും ഒരു അനുഭവം? പൊസഷൻ ഒരുപാട് തരത്തിലുണ്ട്. അത് നമ്മൾ ദിവസവും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെളിച്ചപ്പാടത്തുള്ളൽ ഉണ്ട്. ആദിവാസികളുടെ ഇടയിൽ യഥാർത്ഥത്തിലുള്ള വെളിച്ചപ്പാടെന്ന് പറയാൻ ഒക്കത്തില്ല, അവർ വേറെ പേരുകളാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ കൂടുതലും കള്ളത്തുള്ളലാണ്, അഭിനയമാണ്. പക്ഷേ യഥാർത്ഥത്തിലുള്ള തുള്ളലുണ്ട്. തുള്ളലെന്ന് പറഞ്ഞാൽ അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അറിയാതെ അവർ ചെയ്തു പോകുന്നതാണ്. ഒരിക്കൽ കാണിക്കാർ യൂണിവേഴ്സിറ്റി സെനറ്റ് ചേംബറിൽ വന്നു ഏതോ ഒരു പരിപാടിക്ക്. എൻ്റെ ഒരു സുഹൃത്ത് സിൻഡിക്കേറ്റ് മെമ്പറാണ് അവരെ വിളിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ സാധാരണ വൈസ് ചാൻസലർ ഇരിക്കുന്ന കസേരയിലാണ് മൂത്ത കാണിയിരുന്നത്. 2 വശത്തും വേറെ വേറെ കാണിക്കാതിരുന്നു. അവർ പ്രാകൃത വേഷത്തിലൊക്കെയാണ് ഇരിക്കുന്നത്. എന്നിട്ട് ചാറ്റെന്നും പറഞ്ഞവർക്കൊരു പരിപാടിയുണ്ട്. ഒരു മന്ത്രം പോലെ ഇങ്ങനെ പറയുന്നു. അത് പറഞ്ഞവരെല്ലാം കൂടെ അങ്ങ് തുള്ളി. വൈസ് ചാൻസലറുടെ കസേര ഇരുന്ന കാണി തുള്ളി, എണീറ്റ് തുള്ളി, ഇപ്പുറത്ത് ഇരുന്ന കാണിക്കാരെല്ലാം തുള്ളി. അതിൻ്റെ വീഡിയോ അന്ന് മൊബൈലൊന്നും ഇല്ലെന്ന് തോന്നുന്നു, എൻ്റെ ഒന്നും വീഡിയോ കയ്യിലില്ല. അപ്പോൾ വൈസ് ചാൻസലറുടെ കസേരയിൽ ഇരുന്നവരെ ഈ അനുഗ്രഹിച്ച് തുള്ളി കണ്ടിട്ടുണ്ട്. ഇത്രയും നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് കുറേ ഫിലിംസിലും കുറേ സീരീസിലൊക്കെ എക്സാജറേറ്റ് ആയിട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം ഇത് റിയലാണോ?
എങ്ങനെയാണ് എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുന്നത്? ലൈക്ക് നടക്കാത്തൊരു ഇവന്റ് നടന്നെന്ന് പറയുന്ന കുറെ കോൺസെപ്റ്റ് വരുന്നുണ്ട്. ഒരു ആസ്ട്രൽ പ്രൊജക്ഷൻ, ഇതെല്ലാം സെയിം ആണോ? അല്ല, നിയർ ഡെത്ത് എക്സ്പീരിയൻസ് വേറെ, ആസ്ട്രൽ പ്രൊജക്ഷൻ വേറെ. അപ്പൊ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരാള് മരിച്ചു എന്ന് ഡോക്ടർമാർ വിധി എഴുതുന്നു. അത് കഴിഞ്ഞ് അവർ ഏതായാലും ഇയാളെ ഒന്ന് ജീവിപ്പിക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞ് അവർ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം. അവസാനം ഇയാൾ വീണ്ടും ജീവിച്ച് വരുന്നു. അപ്പോൾ കുറച്ച് മിനിറ്റത്തേക്ക് ഇയാൾ ക്ലിനിക്കലി ഡെഡായിരുന്നു. അപ്പോൾ ഇയാളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അയാൾ കുറേ കാര്യങ്ങൾ പറയുന്നു. ഞാൻ ഒരു ഇരുണ്ട ടണലിൽ കൂടെ അതിവേഗം പോയി, അങ്ങേറ്റത്തിൽ ലൈറ്റ് ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ എൻ്റെ മരിച്ച ബന്ധുക്കളൊക്കെ അവിടെ നിൽക്കുന്നു. അവരൊക്കെ ഹലോ പറഞ്ഞു. പിന്നെ തനിക്ക് സമയമില്ല എന്ന് പറയുന്നു. പിന്നെ തിരിച്ച് ഇരുണ്ട ടണലിൽ കൂടെ തിരിച്ചു വരും. ഇതാണ് എല്ലാവരും പറയുന്നത്. എല്ലാവരും പറയുന്ന ഈ ടണലും ലൈറ്റും. അതെ അതെ. അപ്പൊ അത് ക്രെഡിബിൾ ആണോ? എല്ലാവരും ഒരേ കാര്യം പറയുന്നോണ്ട് എന്തോ ഒരു ട്രൂത്ത് അതിനകത്തുണ്ടായിരുന്നു. അപ്പൊ ഈ ആസ്ട്രൽ പ്രൊജക്ഷനെ പറ്റി എന്താണ് അറിയേണ്ടത്? ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാമോ? ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ചിലര് ബോധപൂർവം ഉണർന്നിരിക്കുമ്പോൾ അവരുടെ ശരീരം ഇവിടെ ഇട്ടിട്ട് അവർക്ക് വെളിയിൽ പോകാമെന്ന് പറയുന്നു. കൂടുതലും ആർക്കും അത് ഉറക്കത്തിലാണ് സംഭവിക്കുന്നത്. ഉറക്കത്തിൽ അവരിങ്ങനെ എണീറ്റ് നടക്കുന്നു. പിന്നെ ചില അഭ്യാസങ്ങൾ ചെയ്ത് ഉറക്കത്തിൽ ആയിരിക്കുമ്പോൾ ഇങ്ങനെ വെളിയിൽ ശരീരം വിട്ട് പോകാവുന്ന. എനിക്ക് ഈ സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ആസ്ട്രൽ പ്രൊജക്ഷൻ ഉണ്ടായിട്ടില്ല. സ്ലീപ്പ് പാരാലിസിസ് അതായത് സ്ലീപ്പ് പാരാലിസിസ് തമ്മിലൊരു ബന്ധമുണ്ട്. അത് ഇതിൻ്റെ ഒരു മെത്തേഡായിട്ട് ചിലർ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളുടെ ശരീരം അനക്കാൻ സാധിക്കുന്നില്ല, പക്ഷെ നമ്മുടെ മൈൻഡ് ഫുള്ളി അവെയറാണ്. അതിന് കറക്റ്റായിട്ട് ടൈം സ്പേസ് ഓറിയൻറ്റേഷൻ ഉണ്ട്. ആ അവസ്ഥയ്ക്കാണ് സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്നത്. ബോഡി ഉറങ്ങി തന്നെ കിടക്കുകയാണ്, പക്ഷെ മനസ്സ് ഉണർന്നിരിക്കും. കുറച്ച് ഫിലിംസിൽ പോർട്രേ ചെയ്തൊരു കാര്യമാണ്, മരിച്ചതിന് ശേഷം നമ്മുടെ ബോഡി വെയിറ്റ് നോക്കുമ്പം എത്ര ഗ്രാം കുറഞ്ഞതായിട്ട് കാണിക്കുന്നു എന്ന് പറഞ്ഞു. അത് സിനിമയിലുണ്ടെന്ന് തോന്നുന്നില്ല. അതങ്ങനെ കുറെ പരീക്ഷണങ്ങളൊക്കെ ചിലർ ചെയ്തതായിട്ട് അവകാശപ്പെടുന്നു. അതിലൊന്നും വലിയ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. അത് മരിക്കുമ്പം ചിലപ്പോൾ ബോഡിയിൽ നിന്ന് കുറേ ഗ്യാസൊക്കെ പോകുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് അതും ഈ പാരാസൈക്കോളജിയായിട്ട് വലിയ ബന്ധമൊന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ താങ്കളെ കണ്ടത് തന്നെയാണ് ഇതുവരെ ഉണ്ടായത് ഏറ്റവും മെമ്മറബിളായിട്ട് എനിക്ക് തോന്നുന്നു. അതിൻ്റെ റീസൺ പിന്നെ ഇത്ര അൺയൂഷ്വലായിട്ട് മുടിയൊക്കെ വളർത്തി ഇങ്ങനത്തെ ചോദ്യങ്ങൾ ആരും ചോദിച്ചിട്ടില്ല. താങ്ക് യു സാർ. അപ്പോൾ ഈ പാരാസൈക്കോളജി എന്ന് പറയുന്ന ഫീൽഡ് ഇപ്പോൾ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. അപ്പം അതിലേക്ക് കടന്നു വരാൻ അക്കാഡമിക്സ് രീതിയിൽ എന്തൊക്കെയാണ്? വിഷയം പഠിക്കുക. ഇഷ്ടംപോലെ പുസ്തകങ്ങളും ലേഖനങ്ങളും ഒക്കെ ഉണ്ട്. അത് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ മതി, കിട്ടും. പാരാസൈക്കോളജിക്ക് മാത്രമായിട്ട് വല്ല ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. കേരളത്തിൽ നിലവിലല്ലോ? കേരളത്തിലില്ല, അത് വെസ്റ്റിലാണ് കൂടുതൽ. ഇന്ത്യയിലോ? ഇന്ത്യയിൽ പലതും ഉണ്ടെങ്കിലോ ഒന്നും ആക്റ്റീവല്ല. ഇപ്പോൾ ആന്ധ്ര യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈക്കോളജി ആൻഡ് പാരാസൈക്കോളജി എന്നൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. പക്ഷെ അതിപ്പോൾ പാരാസൈക്കോളജി ഡോർമെൻ്റാണ്. അതിൽ താല്പര്യമുള്ളവരൊന്നും ഇപ്പോൾ അവിടെ ഇല്ല. സ്റ്റിൽ ആക്റ്റീവ് ആണല്ലേ? ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, പക്ഷെ അത് പാരാസൈക്കോളജി അത്ര ആക്റ്റീവ് അല്ല. ഞാൻ ഒരു 8ാം ക്ലാസ് 7ാം ക്ലാസ് സമയത്താണ് ഈ ഫീൽഡിലോട്ട് ഇൻട്രസ്റ്റ് ആവുന്നത്. അപ്പോഴേ നമ്മൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അന്ന് ബുക്സ് അല്ല, അന്ന് കുറച്ചുകൂടെ അവൈലബിൾ ആയിട്ടുള്ള ഫോൺസാണ്. അപ്പം അന്ന് മുതൽ ഫോൺ സെർച്ച് ചെയ്യുമ്പം കാണുന്ന സാറിൻ്റെ പേരാണ്. അപ്പം ഇത്രയും ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പോഴാണ് സാറിനെ കാണാൻ ഒരു ചാൻസ് എനിക്ക് കിട്ടുന്നത്, ബിജു സാർ വഴി. അപ്പോഴും എനിക്ക് കാണാൻ പറ്റിയില്ല. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം ഏകദേശം ഒരു 5 വർഷം ആയി കാണും.
അത് കഴിഞ്ഞ് സാറിനെ മീറ്റ് ചെയ്യാണ്. സോ ഓണേഡ്. അപ്പം ഇത്രയും നല്ലൊരു സെക്ഷൻ സാറ് നമുക്ക് വേണ്ടി മാറ്റി വെച്ചിന്. ഐ റിയലി താങ്ക് യു. ഇപ്പൊ എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഐ സ്പീച്ച്ലെസ്. എന്നുവെച്ചാൽ ആ ഒരു അറ്റ്മോസ്ഫിയർ അത് നമുക്ക്, എനിക്കിപ്പം ഈ ഫീൽഡിലോട്ട് വരണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. ബട്ട് എനിക്ക് പോലും ഒരു ഡൗട്ട് ഉണ്ട്, എനിക്ക് ആ ഒരു എൻവിറോൺമെന്റ് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അത് ജസ്റ്റ് പ്യൂർ ക്ലാസ് ഓഫ് നേച്ചർ. നമുക്കത് ആ ലിവിങ് വേ. സാർ ഇപ്പം ഒരു 80-90 ഇയർ ഓൾഡാണ്. അപ്പം ആ ഒരു ഏജിൽ സാർ എത്ര ചുറുചുറുക്കോടെ കേസുകൾ എടുക്കുന്നു, ട്രാവൽ ചെയ്യുന്നു. അതൊന്നും നമുക്ക് പറ്റുമെന്ന് പോലും നമുക്ക് അറിയത്തില്ല ഈ ജനറേഷനിലുള്ള ആൾക്കാർക്ക്. അപ്പം താങ്ക് യു സാർ.